പ്ലാസ്റ്റിക് കുപ്പികൾ, മദ്യക്കുപ്പികൾ, ചെരുപ്പുകൾ, ഐസ്ക്രീമിൻ്റെ കവറുകൾ, വേസ്റ്റ്. ബീച്ചിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയും വേസ്റ്റ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആലപ്പുഴ ബീച്ച് ആസ്വദിക്കാൻ പോയതാണ്. പക്ഷെ ബീച്ചിന് പകരം ഞാൻ അവിടെ കണ്ടത് നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആവാസ വ്യവസ്ഥയെയാണ്. ജനങ്ങൾ വളരെ കൂളായിട്ട് ഈ വേസ്റ്റിനിടയ്ക്ക് നിൽക്കുന്നു, ഇരിക്കുന്നു, ചിരിച്ചു കളിച്ച് എൻജോയ് ചെയ്യുന്നു, ഫോട്ടോസൊക്കെ എടുക്കുന്നു. അവർ നിൽക്കുന്ന സ്ഥലം എത്രത്തോളം മലിനമാണെന്ന് പോലും അവർ മനസ്സിലാക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് കടൽ കാണാൻ വരുന്നു. എന്നിട്ടോ തിന്നുന്ന കടലയുടെ കവർ വരെ കടലിൽ ഉപേക്ഷിച്ചിട്ട് പൊടിയും തട്ടി വീട്ടിൽ പോകുന്നു. നമ്മൾ ആസ്വദിക്കാൻ വരുന്ന കടലിനെ നമ്മൾ തന്നെ കൊല്ലുകയാണ് എന്നുള്ള ബോധ്യം എന്ന് നമുക്കുണ്ടാവും? ദൈവത്തിൻ്റെ സ്വന്തം നാടായിട്ട് തന്നെയാണോ നമ്മൾ ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത്, അതോ വെറും ഡംപിംഗ് ഗ്രൗണ്ട് ആയിട്ടാണോ എന്ന് നമ്മൾ സ്വയം ചിന്തിക്കുക. ആലപ്പുഴയാണ് കേരളത്തിൽ വിദേശികൾ ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം. സുന്ദരമായ നാടെന്ന് പറഞ്ഞ് പല വിദേശികളും വീഡിയോ ഇടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ നാടിനെ ഇങ്ങനെ നശിപ്പിക്കരുതേ എന്ന് പറഞ്ഞും ചിലരൊക്കെ വീഡിയോ ചെയ്യാറുണ്ട്. എന്തായാലും വിദേശികൾ നമ്മുടെ നാടിനെ, അല്ലെങ്കിൽ അവർ യാത്ര ചെയ്യുന്ന നാടിനെ ഇതുപോലെ നശിപ്പിക്കത്തില്ല. അവരതിനെ ബഹുമാനിക്കുന്നു. പക്ഷേ നമ്മൾ ഓരോ സ്ഥലങ്ങളിലും വിസിറ്റ് ചെയ്യുന്നു, എൻജോയ് ചെയ്യുന്നു, യാതൊരു ഉത്തരവാദിത്വവുമില്ലാതെ പെരുമാറുന്നു. കടൽ തന്നെ മൈക്രോ പ്ലാസ്റ്റിക്കും മറ്റു വേസ്റ്റുമൊക്കെയായി നാശത്തിൻ്റെ വക്കിലാണ്. കടൽ തീരം നമ്മൾ ഇങ്ങനെയാക്കുന്നു. ഈ ഒരു എക്കോസിസ്റ്റം തന്നെ നമ്മൾ നശിപ്പിക്കുന്നു. മറ്റാരുമല്ല, നമ്മൾ തന്നെ നശിപ്പിക്കുന്നു. ഇത് വൃത്തിഹീനമാകുന്ന ഒരു ബീച്ചിനെ പറ്റി മാത്രമല്ല, വൃത്തിഹീനമാക്കുന്ന നമ്മുടെ മൈൻഡ് സെറ്റിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. നമുക്ക് ഇത്ര മനോഹരവും സിമ്പിളുമായ ഒരു ബീച്ചിനെ സംരക്ഷിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ 100% ലിറ്ററസി കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ ഏതൊരു സ്ഥലം വിസിറ്റ് ചെയ്താലും ഫോട്ടോസും വീഡിയോസും മാത്രം എടുക്കാതെ ജസ്റ്റ് ലുക്ക് അറൗണ്ട്. നാടിൻ്റെ അവസ്ഥ അറിയും. ടേക്ക് റെസ്പോൺസിബിലിറ്റി. ഈ രീതിക്ക് തന്നെ നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഒരു നാൾ നമുക്ക് ആസ്വദിക്കാൻ കടലോ കടൽ തീരമോ ഉണ്ടായെന്ന് വരില്ല. സോയിൽ ആൻഡ് സോൾ നിങ്ങൾക്ക് മുമ്പിൽ ഒരു പരമ്പര ആരംഭിക്കുകയാണ്. നിരുത്തരവാദപരമായി നമ്മൾ തന്നെ നശിപ്പിക്കുന്ന നമ്മുടെ മണ്ണിനെ മലയാളിയുടെ മുമ്പിൽ തുറന്നു കാട്ടുന്ന പരമ്പര. 100% ലിറ്ററസി സാർ. പേര് ഒരല്പം സർക്കാസ്റ്റിക് ആണെങ്കിലും 100% ലിറ്ററസി കൊണ്ട് നമ്മൾ ഒന്നും നേടുന്നില്ല എന്ന് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കും.